അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് തൊട്ടുപിന്നാലെ ചൈനയെ പലവട്ടം വരട്ടി താരിഫ് ഉയർത്തുമെന്ന് പറഞ്ഞതിന് തൊട്ടുപിന്നാലെ ചൈന അവരുടെ പുതിയ AI മോഡലായ ഡീപ് സീക്ക് അവതരിപ്പിച്ചു. അതോടുകൂടി അമേരിക്കയുടെ ചിപ്പ് നിർമ്മാണ വമ്പൻ കമ്പനിയായ NVIDIAയുടെ ഓഹരി മൂല്യം 600 ബില്യണാണ് ഒറ്റയടിക്ക് താഴെപ്പോയത്. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഒന്ന് കിടുങ്ങി എന്ന് തന്നെ വേണം പറയാൻ. കാരണം വളരെ ചെലവ് കുറഞ്ഞ ഒരു ഡീപ് സീക്ക് എന്ന് പറയുന്ന AI മോഡലിനെ രംഗത്തിറക്കിക്കൊണ്ട് അമേരിക്ക ഒന്ന് വിരട്ടാൻ കഴിഞ്ഞു. പക്ഷേ അമേരിക്ക ഇതിൽ അപകടം കാണുന്നത് അവിടെയല്ല. പകരം ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം ചൈന നടത്തുമ്പോൾ 6th ജനറേഷനിലുള്ള യുദ്ധവിമാനങ്ങളടക്കം ചൈന വളരെ വേഗം സ്വായത്തമാക്കുകയും അത് ആഗോളതലത്തിൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും അമേരിക്ക തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം വളരെ വേഗത്തിൽ നിർമ്മിച്ചെടുക്കുവാനുള്ള ഒരു നീക്കത്തിൽ ഇസ്രയേലുമായി കൈകോർക്കുകയാണ് അമേരിക്ക. അയൺ ഡോം പോലെയുള്ള ആയുധങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഉടൻ ഒപ്പുവെക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്ത. ചൈനയെ മറികടക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായി അവിടുത്തെ കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കോടികൾ മുടക്കുന്നതിന് പകരം ചെലവ് കുറഞ്ഞ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ ആഹ്വാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും റോക്കറ്റ് ആക്രമണം ഉൾപ്പെടെ തടയുവാനും തകർക്കുവാനും കഴിവുള്ള അയൺ ഡോമിനെ കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് അടക്കം അനവധി നൂതന ആയുധങ്ങൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ അമേരിക്ക ഒരുങ്ങുന്നത്. കാരണം ഈ AIയുടെ വരവോടുകൂടി യുദ്ധരംഗത്തെ രീതികൾ മറിയുകയാണ്. അതായത് ടെക്നോളജിയാണ് ഇനി യുദ്ധം ചെയ്യുന്നത്. ആ ടെക്നോളജി കൊണ്ട് നേരിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി കൈകോർത്ത്, നമുക്കറിയാം ഇസ്രയേലാണ് ടെക്നോളജിയിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യം. ആ ഇസ്രയേലും സമ്പന്ന രാജ്യമായ അമേരിക്കയും കൈകോർത്തുകൊണ്ട് ചൈനയെ പൂട്ടാനുള്ള ഒരു നീക്കമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.